നമസ്കാരം. കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ കൊച്ചി കോർപ്പറേഷൻ വൈറ്റില സോണിലെ ഓവർസിയറായ സ്വപ്ന എ വിജിലൻസ് സംഘം മണിക്കൂറുകൾക്കുള്ളിലാണ് പിടികൂടിയത്. ആക്റ്റീവ് കറപ്റ്റ് ഓഫീസേഴ്സിൻ്റെ ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റിൽ ഇവരുടെ പേരുണ്ട്. 20 റൂമുകൾക്കായി 5000 രൂപ വെച്ച് വേണമെന്ന് ഇവർ ആവശ്യപ്പെടുകയായിരുന്നു. ഒരു നമ്പറിന് 5000 വെച്ചിട്ട് ബിൽഡിങ്ങിന് എനിക്ക് 15000 രൂപയാണ് ഞാൻ ഫോർവേഡ് ചെയ്യുന്നത്. അതായത് 3 മക്കളുമായിട്ടാണ് ഇവർ ഈ കൈക്കൂലി വാങ്ങുവാനായി ഇവിടെ എത്തിയത്. നമസ്കാരം. കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ കൊച്ചി കോർപ്പറേഷൻ വൈറ്റില സോണിലെ ഓവർസിയറായ സ്വപ്ന എ വിജിലൻസ് സംഘം മണിക്കൂറുകൾക്കുള്ളിലാണ് പിടികൂടിയത്. അതായത് രാവിലെ 11 മണിക്കാണ് വിജിലൻസിന് ഇത്തരത്തിലൊരു പരാതി ലഭിക്കുന്നത്. ഈ പരാതിക്കാരൻ്റെ പരാതി ഇങ്ങനെയായിരുന്നു: അദ്ദേഹം ഒരു ഫ്ലാറ്റ് നിർമ്മിച്ചു, അതിന് നമ്പർ ഇടുവാനായി സമീപിച്ചു. അപ്പോൾ ചില തെറ്റുകുറ്റങ്ങളൊക്കെ കാണിച്ചു. അത് പരിഹരിച്ച് വീണ്ടും വന്നപ്പോൾ അവർ തയ്യാറായില്ല. പിന്നീട് 20 റൂമുകൾക്കായി 5000 രൂപ വെച്ച് വേണമെന്ന് ഇവർ ആവശ്യപ്പെടുകയായിരുന്നു. പിന്നീട് ഇത് പറഞ്ഞ് സെറ്റിൽ ചെയ്ത് 15000 രൂപയാക്കി. അതിനുശേഷം ഈ പരാതിക്കാരൻ വിജിലൻസിനെ സമീപിക്കുന്നു. അങ്ങനെ വിജിലൻസ് നൽകിയ 15000 രൂപയുമായി പരാതിക്കാരൻ സ്വപ്നയെ സമീപിക്കുകയാണ്. സ്വപ്നയെ സമീപിച്ചപ്പോൾ ആദ്യം വൈറ്റിലയിലെ പല സ്ഥലങ്ങളിലെത്തുവാൻ പറഞ്ഞു. ഇവിടെയെല്ലാം ഈ വിജിലൻസ് സംഘവും പിന്തുടരുന്നുണ്ടായിരുന്നു. പിന്നീട് പൊന്നുരുന്നി റോഡിലെത്തി ഇവർ ഈ കൈക്കൂലി വാങ്ങുമ്പോഴാണ് വിജിലൻസ് സംഘം ഇവരെ വളയുന്നതും പിന്നീട് പിടികൂടുന്നതും. ശാസ്ത്രീയമായ പരിശോധനകളൊക്കെ നടത്തിയതിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ഇപ്പോൾ ഈ സ്വപ്ന സഞ്ചരിച്ച കാറാണ് നമുക്ക് ഈ പിന്നിൽ കാണുന്നത്. KL 07 CS 6791 എന്ന ഹ്യുണ്ടായിയുടെ ഒരു കാറാണ്. ഈ കാറിനുള്ളിൽ ഈ സമയം ഉണ്ടായിരുന്നത് ഇവരുടെ 3 മക്കളാണ്. ഈ 3 മക്കളുമായി ഇവർ തൃശ്ശൂരിലെ സ്വന്തം വീട്ടിലേക്ക് പോവുകയായിരുന്നു. ഇവിടെ താമസിച്ചിരുന്നത് കണിയാമ്പുഴയിലുള്ള അസറ്റ് ഹോംസിലാണ്. ഇവിടെ നിന്നും ഇവർ തൃശ്ശൂരിലേക്ക് പോകുമ്പോഴാണ് ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങിയത്. അതായത് 3 മക്കളുമായിട്ടാണ് ഇവർ ഈ കൈക്കൂലി വാങ്ങുവാനായി ഇവിടെ എത്തിയത്. അതിനിടയിലാണ് ഈ പിടിയിലാവുന്നതും. ഏതായാലും വിജിലൻസ് SP പറയുന്നത് ഇവർ നേരത്തെ തന്നെ ഈ വിജിലൻസ് ഡയറക്ടറുടെ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു കൈക്കൂലിക്കാരിയായ ഉദ്യോഗസ്ഥയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇവർക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. പരാതിയായി ലഭിച്ചത് ഇപ്പോഴാണ്. അങ്ങനെയാണ് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയതെന്നാണ് വിജിലൻസ് SP ശശിധരൻ വ്യക്തമാക്കിയത്. കൊച്ചി കോർപ്പറേഷനിലുള്ള വൈറ്റില സോണൽ ഓഫീസിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടറാണ് ഇപ്പോൾ നമ്മൾ പിടിച്ചിട്ടുള്ള സ്വപ്ന പറയുന്നത്. ജനുവരി മാസം പരാതിക്കാരനായിട്ട് ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ഓണർ അവർ ബിൽഡിംഗ് അപ്രൂവലിന് വേണ്ടി പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ബിൽഡിംഗ് അപ്രൂവലിന് പരാതി കൊടുത്തിട്ട് 2 തവണ ഓരോ കാരണങ്ങൾ പറഞ്ഞ് മടക്കി അപ്പോൾ അവരെല്ലാം റെക്ടിഫൈ ചെയ്ത് കൊടുത്തിട്ടും ശരിയാവുന്നില്ല. സമീപിച്ചപ്പോൾ പറഞ്ഞു ഒരു നമ്പറിന് 5000 വെച്ചിട്ട് ബിൽഡിങ്ങിന് എനിക്ക് 15000 രൂപയ്ക്കായാലേ ഞാൻ ഫോർവേഡ് ചെയ്യുള്ളൂ. അപ്പോൾ അവർ നമ്മൾ വിജിലൻസിനെ സമീപിച്ചു. വിജിലൻസ് ഓഫീസിൽ വന്ന് പരാതി വന്നു. നമ്മൾ വഴിയെടുത്ത് കേസ് സ്റ്റേഷൻ റേഞ്ചിലെ DSP തോമസ്, പിന്നെ സുനിൽ, CI ഫിറോസ്, പിന്നെ റേഞ്ചിലെയും യൂണിറ്റിലെയും ഐസലിലെ ഉദ്യോഗസ്ഥർ, റേഞ്ചിലെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം കൂടി. അപ്പോൾ അവരെ വിളിച്ചപ്പോൾ അവർ പിന്നെ ഈ ഭാഗത്തേക്ക് വരാൻ പറഞ്ഞു. ഈ ഭാഗത്തേക്ക് വരാൻ തമ്മനം ഭാഗത്തേക്ക് ആദ്യം വരാൻ പറഞ്ഞു. പിന്നെ പൊന്നൂരിനെ ഭാഗത്തേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ നമ്മളും ഫോളോ ചെയ്തു. ഇവിടെ വന്നു അവർ ക്യാഷ് വാങ്ങിച്ചു കൈയെടുത്തു. ഇവരെക്കുറിച്ച് നേരത്തെ പരാതികളുണ്ട്. ആക്ച്വലി ഇവരൊന്നും ജസ്റ്റ് മിസ്സായി പോയത്. ആക്ച്വലി ഒരുപാട് പരാതികളുണ്ട്. അഴിമതി ആരെ നടത്തിയാലും അത് സ്റ്റേറ്റ് സർവീസ് ആയാലും സെൻട്രൽ സർവീസ് ആയാലും മറ്റ് പബ്ലിക് സർവൻറ്റിൻ്റെ കീഴിൽ വരുന്ന പദവിയിൽ വരുന്ന ആരഴിവ് നടത്തിയാലും അവർക്കെതിരെ പരാതി ഉണ്ടെങ്കിൽ ശക്തമായ നടപടി വിജിലൻസിൻ്റെ ഭാഗത്തുണ്ടാകും. പിന്നെ വിജിലൻസ് ഡയറക്ടർ സാറ് നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയുള്ള ഒരു ആക്റ്റീവ് കറപ്റ്റ് ഓഫീസേഴ്സിൻ്റെ ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റിൽ ഇവരുടെ പേരുണ്ട്. ഇവർ കൂടി ഇതിൽ ഇൻക്ലൂഡറാണ്. തയ്യാറാക്കിയിട്ടുള്ള ലിസ്റ്റിൽ പെടുന്നവർ കൃത്യമായിട്ട് നല്ല കൈക്കൂലിക്കാരാണെന്നുള്ളൊരു ഉത്തമ ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ ഈ ഒരു സംഭവം. ഇപ്പോൾ അവരെ നമ്മളിപ്പോൾ അറസ്റ്റ് ചെയ്തു. മറ്റ് പ്രൊസീജിയറെല്ലാം കഴിഞ്ഞ് കോടതിയിൽ ഹാജരാക്കും. അത് നമ്മൾ തീർച്ചയായിട്ടും പരിശോധിക്കും. ഇപ്പോൾ അതെല്ലാം ബാക്കി ഇപ്പോൾ സെർച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരുടെ വീടുകളിൽ സെർച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ബാക്കി അതിന് സ്കോപ്പുണ്ടോ, ഡിസ്പ്രൊപ്പോർഷനേറ്റ് അസറ്റിന് സ്കോപ്പുണ്ടോ എന്നുള്ളത് പരിശോധിക്കും. നിരന്തരമായിട്ട് നമ്മൾ പിടിക്കുന്നെങ്കിലും ആർക്കൊരു പേടിയില്ലാത്ത പോലെയാണല്ലോ. എനിക്കതിൽ പറയാനുള്ളത് വാങ്ങിക്കുന്നവർ വാങ്ങിക്കട്ടെ, പക്ഷേ പബ്ലിക് വിജിലൻസിൻ്റെ കൂടെ നിൽക്കണം. ആര് കൈക്കൂലി ചോദിച്ചാലും അതിനെതിരെ പ്രതികരിക്കുകയും പരാതി കൊടുക്കാൻ തയ്യാറാവുകയും വേണം. ഞങ്ങൾ ഏത് സമയത്തും അവൈലബിൾ ആണ്. റൗണ്ട് ദ ക്ലോക്ക് ആണ്. വിജിലൻസിനെ സമീപിക്കണം. ഒരു തരത്തിലും കൈക്കൂലിയെ പ്രോത്സാഹിപ്പിക്കുകയോ കൈക്കൂലി നൽകുകയോ ചെയ്യും. ഈ പരാതി എന്താ കിട്ടുന്നത്? പരാതി ഇന്നാണ്. എത്ര മണിയോട് ഒരു 11:50 എനിക്ക് പരാതി കിട്ടുന്നത്. അപ്പോൾ തന്നെ ആ പരാതിയെക്കുറിച്ച് നമ്മൾ അന്വേഷിപ്പിക്കാൻ കൊടുക്കും. CI ഫിറോസ് അന്വേഷിച്ചു വന്നു. അപ്പോൾ അത് കൃത്യമാണ്. ഇവർ നല്ല കൈക്കൂലിക്കാരിയാണ്, വാസ്തവം ഉണ്ടോയെന്ന് നമുക്ക് റിപ്പോർട്ട് കിട്ടി. തോമസിനോടും സുനിലിനോടും കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാൻ പറഞ്ഞു. 5 മണിയോടെ
എന്തായാലും വലിയൊരു കൈക്കൂലിക്കാരിയാണ് വിജിലൻസ് സംഘം പിടികൂടിയത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിരവധി കൈക്കൂലിക്കാരെ ഈ അടുത്തിടെയായി പിടികൂടി, എന്നിട്ടും ഈ കൈക്കൂലി വാങ്ങുന്നവരുടെ എണ്ണത്തിൽ യാതൊരു കുറവുമില്ല. കൂടാതെ ഈ പരാതിക്കാരുടെ എണ്ണത്തിൽ വലിയ വർധനമൊന്നും ഉണ്ടായിട്ടില്ല. ആളുകൾക്കുള്ളത് ഭയമാകാം ഇത്തരത്തിൽ പരാതി നൽകുവാൻ മുന്നോട്ട് എത്താത്തതെന്നാണ് എസ് പി പറയുന്നത്. എസ് പി തരുന്ന ഒരു ഉറപ്പുണ്ട്, ഈ പരാതിക്കാർക്ക് ഒരിക്കലും യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുകയാണെങ്കിൽ, അതായത് പരാതി കൊടുക്കുന്നു, പരാതിയെ തുടർന്ന് ആ ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യുന്നു, അറസ്റ്റ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായാൽ അതൊക്കെ കൈകാര്യം ചെയ്യുവാനായി വിജിലൻസ് സംഘം തന്നെ മുന്നിലുണ്ട് എന്ന് എസ് പി ഉറപ്പ് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരും പേടിക്കേണ്ടതില്ല. അവർക്ക് വലിയൊരു ഉറപ്പ് തന്നെയാണ് എസ് പി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ആരും ഭയപ്പെടാതെ തന്നെ മുന്നോട്ട് വന്ന് ഇത്തരത്തിൽ പരാതി നൽകണമെന്നാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും ആർ പിയൂഷ്, മറുനാടൻ TV.